കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായ സംഭവമാണ് പൊതിച്ചോറ് വിവാദം. അപ്പം അതിനകത്ത് ഇപ്പം കെ മുരളീധരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ മാത്രം കേന്ദ്രീകരിച്ച് പറഞ്ഞതാണെന്നും അന്നം മുട്ടിച്ചതല്ല, അതായത് പ്രശ്നക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് മാത്രമാണെന്ന് പറഞ്ഞിട്ടൊരു മലക്കം മറിച്ച് നടത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് DYFI എന്ന് പറയുന്ന സംഘടന, യുവജന സംഘടന കുറച്ച് ജനകീയമാകുന്നതിൻ്റെ സൂചനകളാണ്. ഇപ്പം നല്ല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനും അവിടേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഈ സാധാരണക്കാരാണ്. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ പണ്ട് ധർമാശുപത്രി എന്നാണ് ഈ സർക്കാർ ആശുപത്രികളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ധർമാശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നവരും ഈ പറയുന്ന സാധാരണ വീട്ടിലെ ആൾക്കാരാണ്. ചിലർക്ക് ഈ നമ്മൾ കരുതുന്ന പോലെയല്ല, നമ്മൾ ഒരു ദിവസം പനിക്ക് പോകുന്ന പോലെയല്ല, 1-2 ദിവസം അഡ്മിറ്റ് ആവുന്നതല്ല. ചിലപ്പോൾ അവിടെ മാസങ്ങളോളം കഴിയേണ്ട ആൾക്കാരുണ്ട് ഇത്തരം ആശുപത്രിയിൽ, ദിവസങ്ങളോളം കഴിയേണ്ട പലരും. ഓണം, വിഷു, നമുക്കറിയാമല്ലോ, ആശുപത്രിയിൽ ഓണത്തിന് ഞങ്ങളെന്നാൽ വീട്ടിൽ പോയി തിരുവോണം കൊണ്ടിട്ട് വരാം എന്ന് പറയുന്നവരാരും ഇല്ല നമ്മുടെ ആശുപത്രി കഴിയുന്നവരുടെ കൂട്ടത്തിൽ. അവർക്ക് പലപ്പോഴും പണ്ട് ഇതുപോലെ ചില സംഘടനകൾ കഞ്ഞി അച്ചാറും കൊടുക്കുന്ന പരിപാടി സർക്കാർ ആശുപത്രികളുണ്ട്. പണ്ട് ചില സംഘടനകൾ ആയിട്ട് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളായിട്ട് നടത്തുന്നവരുണ്ട്. ഇപ്പോഴും നമ്മൾ നോക്കിയ ജനറൽ ആശുപത്രി തിരുവനന്തപുരത്ത് പണ്ട് ഈ കണ്ണയം അടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യമാണ്. അവിടുത്തെ ഒരു 9-ാം വാർഡിൻ്റെ ദയനീയ ചിത്രം ഇങ്ങനെ പുറത്തേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. ആ കാലത്ത് അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഒരു അമ്മാവനാണ്. അപ്പം അദ്ദേഹം ഇപ്പോഴും ആ നടപടിക്രമങ്ങൾ തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഭക്ഷണം പല സംഘടനകളും ഈ പറയുന്ന ധർമാശുപത്രികളിൽ പണ്ട് മുതലേ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് DYFI ഉദ്യമം ഏറ്റെടുക്കുന്നത്. ഇപ്പം നമ്മൾ കാണേണ്ട ഒരു നിസ്സാര കാര്യമല്ല ഇത്. കാര്യം അവിടെ കൂട്ടിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ മാസങ്ങളോളം ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. ഇവർക്ക് ഒരു നേരത്തെ അന്നമെങ്കിൽ ഒരു നേരത്തെ അന്നം എത്തിച്ചു കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഒരു സാധാരണക്കാരൻ ആഹാരം കഴിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു 70-80 രൂപ ഇന്ന് മിനിമം ചിലവാക്കേണ്ടി വരും ഒരു നേരത്തെ ആഹാരത്തിന്. അപ്പം ആ 80 രൂപയെങ്കിൽ 80 രൂപ ഒരാൾക്ക് ലാഭിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, ചിലപ്പോൾ കൂട്ടിരിപ്പുകാരന് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ കാണുന്ന പോലെ മെനു അനുസരിച്ചിട്ടും അവരുടെ ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ചൊന്നും ഭക്ഷണം അവരുടെ ടേബിളിലേക്ക് എത്തില്ല. അവർ ഈ പറയുന്ന ജനറൽ വാർഡുകളിൽ കഴിയുന്നവർ ഈ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 160 രൂപ 2 പേര് നിൽക്കാന്ന് വെച്ചു, 160 രൂപ ലാഭിക്കുകയാണ് ഒരു ദിവസം. 10 ദിവസം ആകുമ്പോൾ 1600 രൂപയാണ് അവർ ലാഭിക്കുന്നത് 2 പേര്. അപ്പം 10 ദിവസം അവർക്ക് ഭക്ഷണം കിട്ടുമ്പോൾ 1600 രൂപ ലാഭിക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ എവിടെയെങ്കിലും ചിലവാക്കാൻ കഴിയും. ഇന്ന് നമുക്കറിയാം, നമ്മളെ തേടി എത്തുന്നവരുടെ കൂട്ടത്തിൽ പലരും പറയുന്നത് ഞങ്ങൾക്ക് ചിലവ് സഹിക്കാൻ കഴിയുന്നില്ല ചികിത്സയ്ക്ക്. അങ്ങനെ വരുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കറിയാം. നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന നിരവധി ആൾക്കാരെ നമുക്ക് കാണാം. അവർക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. ഭക്ഷണമാണ്. പട്ടിണി കിടക്കുന്നവനെ വിശപ്പിന്റെ വില അറിയൂ. അല്ലാതെ അരമനകളിൽ ഇരിക്കുന്നവനോ AC മുറിക്കാത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ തന്നെ മൃഷ്ടാനം ഭുജിച്ച് കഴിഞ്ഞവർക്ക് വിശപ്പിന്റെ വില അറിയത്തില്ല. കെ കരുണാകരൻ അറിയാമായിരുന്നു. കെ കരുണാകരന് അദ്ദേഹത്തിന്റെ വീട്ടിൽ മിക്കപ്പോഴും, ഈ കല്യാണിക്കുട്ടിയമ്മയ്ക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ മിക്കപ്പോഴും ഭക്ഷണം കിട്ടിയിരുന്നു. അവിടെ ചെന്ന് കയറുന്നവർക്ക് ഒരു കാരണവശാലും അന്നം മുടങ്ങിയിട്ടില്ല. കരുണാകരന്റെ വീട്ടിലെ കാര്യം പറയുന്നത്. അപ്പൊ ഇത് കണ്ട് ശീലിച്ചു വന്നവരാണ് കെ മുരളീധരൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണത്തിന്റെ വില അറിയില്ല. അപ്പൊ അതൊരു സംഘടനയെങ്കിൽ ഒരു സംഘടന കൊടുത്തോട്ടേന്നേ. കൊടി വെച്ച് കൊടുക്കാൻ പാടില്ല. കൊടി വെച്ച് കൊടുത്ത് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴും. ഇത്രയും നാളും അങ്ങനെ കാലം എത്ര കാലമായി DYFI ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. കൊടി വെച്ച് കൊടുത്ത് ആകാശം ഇടിഞ്ഞു വീഴൂ. ഇത് അവർക്ക് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ പറയുന്ന പോലെ പെണ്ണുപിടി കേസുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു കേസുകളിലോ ഒക്കെ അവർ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം, ഈ പറയുന്ന ചൂരൽമല ഉരുൾപൊട്ടൽ സംഭവിച്ച സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതും, അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ കൂട്ടത്തിൽ അവരെ അഭിനന്ദിച്ചത്, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വന്ന് അഭിനന്ദിച്ചത് DYFI-ക്കാരെ ആയിരുന്നു. അന്ന് ഒപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ കുറെ പേർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉടയാത്ത കതർ വിട്ട് മുണ്ടു കൊടുത്തുകൊണ്ട് VD സതീശനൊപ്പം യൂത്ത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് പണിയെടുത്തത് മുഴുവൻ DYFI-ക്കാരാ. അവ ഭക്ഷണം നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. അവിടെ വേറെ ഏതോ ഒരു സംഘടന കൊണ്ടുകൊടുത്ത ഭക്ഷണപ്പൊതി, ആ ഭക്ഷണപ്പൊതിയിൽ ഡേറ്റ് കഴിഞ്ഞ് ബ്രെഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ്സുകാരാ. അല്ലെ, നമ്മളിതൊക്കെ മനസ്സിലാക്കണം. അന്നം മുടക്കികൾ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്.
അദ്ദേഹം ഈ കോവിഡ് കാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കുരങ്ങുകൾക്ക് പോലും ശാസ്താംകോട്ടയും ചാമക്കാവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിന്റെ ഒരു പങ്ക് പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ക്ഷേത്രങ്ങൾ അടച്ചിടേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഒരു പങ്ക് പറ്റി ജീവിക്കുന്ന ജീവികളാണ് അവിടുത്തെ കുരങ്ങന്മാര്. അവർക്ക് ആഹാരം ഉറപ്പാക്കണം, തെരുവ് നായ്ക്കൾക്ക് ആഹാരം ഉറപ്പാക്കണം, അത് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ഒരു നിർദ്ദേശം വെച്ചൊരു മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അത് പിണറായി വിജയനായിരുന്നു. അപ്പം ഒരു ഇടതുപക്ഷത്തിന്റെ രീതിയാണ് ഈ പറയുന്ന. അപ്പോൾ പരാതി കിട്ടിയാൽ അന്വേഷിക്കും, പരാതി കിട്ടിയാൽ നടപടി എടുക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. ഇനി തുടക്കമിട്ടത് ജി സുധാകരനാണ്. ഈ ജി സുധാകരൻ തന്നെയാണ് അവിടെ നാട്ടിലെ ആലപ്പുഴ ജില്ലയിലുള്ള ചെറുപ്പക്കാരോട് ആഹ്വാനം ചെയ്തത്. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിച്ച ഒരാളായിരുന്നു ജി സുധാകരൻ. ഇപ്പൊ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് പാർട്ടി പ്രവർത്തനമായി മാറി. ഇത് പാർട്ടി പ്രവർത്തനം അല്ലെന്നേ, ഇത് പൊതുപ്രവർത്തനമാണ്. ഡിവൈഎഫ് ഇപ്പം ഓരോ വീട്ടുകാരും പറയട്ടെ, നിങ്ങൾക്ക് തരാൻ ഭക്ഷണമില്ല എന്ന് ഓരോ വീട്ടുകാരും തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡിവൈഎഫ്ഐക്ക് ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓരോ വീടുകളിലും ചെന്നിട്ട് പറയാണ്, ചേച്ചി അല്ലെങ്കിൽ അമ്മ പറയുന്ന പൊതിച്ചോറ് ഓരോ വീട്ടുകളിൽ നിന്നും കൊടുക്കുന്നത് ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ല, സിപിഎംകാർ മാത്രമല്ല, എല്ലാ വീടുകളിൽ നിന്നും കൊടുക്കുന്നുണ്ട്. നമ്മൾ വന്നിട്ട് പറയാണ്, അമ്മ അല്ലെങ്കിൽ ചേച്ചി ഒരു നേരത്തെ ആഹാരം ഇന്ന് തരണേ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടുകാരും കൊടുക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്താണോ, അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഇനി ചമ്മന്തിയും ചോറും മാത്രമാണോ, അതാണെങ്കിൽ പോലും പൊതിഞ്ഞു കെട്ടി കൊടുക്കുന്നവരുടെ മനസ്സുണ്ടല്ലോ. സത്യത്തിൽ നമ്മൾ അത് കാണാതിരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഒരു മുട്ട പൊരിച്ചതാവാം, ചിലപ്പോൾ കുറച്ചൊരു ചമ്മന്തി ഉണ്ടാവാം. അതിനപ്പുറത്ത് ഒരു വിഭവസമൃദ്ധമായ ആഹാരമല്ല. അവരുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് പൊതിഞ്ഞു കൂട്ടി കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്നത് ചോറ് മാത്രമല്ല, അവരുടെ സ്നേഹം കൂടിയാണ്, അവർക്ക് മറ്റൊരാളോടുള്ള കരുതൽ കൂടിയാണ് അവർ നൽകുന്നത്. ഇപ്പൊ കമ്മ്യൂണിറ്റി കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊക്കെ എത്ര കാലം ഓടും? കമ്മ്യൂണിറ്റി കിച്ചൺ അങ്ങനെ ഓടിക്കാൻ പറ്റിയൊരു പിന്നെ എന്താ പറയാ കഴിവ് അല്ലെങ്കിൽ ഇച്ഛാശക്തി ഈ പറയുന്ന മുരളീധരനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല മുരളീധരൻ അങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടിണി കിടക്കണം. അല്ലാതെ നമ്മൾ ഇപ്പൊ ഉപവാസം കിടന്നിട്ട് കാര്യമില്ല, അതായത് പട്ടിണി സമരം കിടന്നിട്ട് കാര്യമില്ല. പട്ടിണി കിടക്കണം, കയ്യിൽ ഭക്ഷണം കഴിക്കാൻ 1 രൂപ നയാ പൈസ എടുക്കാനില്ലാതെ പട്ടിണി കിടക്കണം, വെറും പച്ചവെള്ളം കുടിച്ചോണ്ട്. അങ്ങനെ കിടക്കുന്നവർക്ക് മാത്രമേ വിശപ്പിന്റെ വില അറിയൂ. ആ വിശപ്പിന്റെ വില അറിയാവുന്നത് കൊണ്ടാണ് ഡിവൈഎഫ്ഐ പോലെയുള്ള ഒരു സംഘടന ഇങ്ങനെ പൊതിച്ചോറ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, അവർക്ക് പിന്നെ പാർട്ടി പ്രവർത്തനം നടത്താനാണെങ്കിൽ പൊതിച്ചോറ് കൊടുത്താൽ മതിയോ? പോരല്ലോ, അവർക്ക് വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് കൊടി കെട്ടി വെച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐക്ക് വേറെ ചെയ്യാനുണ്ട്. എന്നിട്ടും അവരെന്തിനാ ആ ഒരു പ്രവൃത്തിക്ക് നിൽക്കുന്നത്? അവിടെ കഴിയുന്നവർക്ക് ഒരു തങ്ങളാൽ കഴിയുന്ന ഒരു കൈസഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനാണ് ഇപ്പൊ വിലങ്ങേടിയായിരിക്കുന്നത്. അന്നം മുട്ടിക്കുക എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയത് നേരിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ വെറുതെ അങ്ങ് തുടങ്ങാൻ പറ്റുമോ? ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയതല്ലേ നേരത്തെ കോവിഡ് വന്ന സമയത്ത്. എന്നിട്ട് ആ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ ഇന്ന് എവിടെ പോയി? അവർ 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, 10 രൂപയ്ക്ക് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആ കമ്മ്യൂണിറ്റി കിച്ചന്റെ ഒക്കെ അവസ്ഥ എന്താ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സബ്സിഡി പോലും കൊടുക്കാനില്ലാതെ ഈ കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ വരും വഴി അടച്ചു പൂട്ടത്തേ ഉള്ളൂ. അവിടെയുള്ള സാധാരണക്കാർക്ക് ഈ അവരുടെ വയറ്റത്തടിക്കുക. എന്നിട്ട് മലക്കം പറഞ്ഞേക്കുക, ഞാൻ ആലപ്പുഴയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്, ഞാൻ വേറൊരു പിന്നെ ജില്ലയുടെയും വേറൊരു മെഡിക്കൽ കോളേജിന്റെയും കാര്യം പറഞ്ഞില്ല. ഈ പ്രതിഷേധം ജനങ്ങൾ പ്രതിഷേധിക്കുകയല്ലേ. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേരത്തെ അന്നം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് ആരായിരുന്നാലും അത് മുടക്കുക എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ ഇല്ലായ്മക്കേടല്ലേ പറയുന്നത്, അല്ലെ? അങ്ങേ അറ്റത്താണ്. കാരണം എന്താ? അവിടെ കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. അല്ല അത് ഞങ്ങൾ മുടക്കുകയാണ്, അന്നം മുടക്കി എന്ന് പറഞ്ഞാൽ അന്നം മുടക്കി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കെ മുരളീധരനെ തന്നെ. ഇപ്പൊ ആലോചിച്ച് നോക്കിക്കോളൂ, ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിന്നെ ഒരു കുപ്പിച്ചില്ല് കൊണ്ട് മുറിഞ്ഞു പോയതാണ്. അവിടെ ചെന്നപ്പോ കുഞ്ഞിന്റെ കൈയുടെ ചലനശക്തി നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് സംഭവിക്കുന്നത്. ഇപ്പം പിന്നെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനത്തിന് മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു. അതേസമയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവിടെയുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യം ഉണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? അവിടെ പിരിഞ്ഞു പോകുന്ന പിന്നെ അവിടെ വേക്കൻസി ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ട്രാൻസ്ഫർ ആയ ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരുന്നില്ല. ഇത് അന്വേഷിച്ചിട്ടുണ്ടോ? ഈ കെ മുരളീധരൻ എത്ര നാളായി? ഇപ്പൊ 2 മാസം ആകാൻ പോകുന്നില്ലേ? ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അവിടുത്തെ പോരായ്മകൾ എന്തൊക്കെയാണ്? അവിടുത്തെ എല്ലാ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? ഇനി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഈ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനം പോലും ഇല്ല. അതിന്റെ ഭാഗമായിട്ടല്ലേ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രസവിച്ച് ആ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് എറിയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്, അല്ലെ? ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് എടുത്തൊരു കുഞ്ഞിനെ എടുത്ത് കളയാണ് പ്രസവിച്ചിട്ട്. ഇത് സംഭവിച്ച ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ ഡോക്ടർമാരുടെ അഭാവമുണ്ട്. അവിടുത്തെ ഡയാലിസിസ് കേന്ദ്രം പൂട്ടിക്കിടക്കുകയാണ്. അവിടെ നിന്ന് അണുബാധയേറ്റ് 2 പേരാണ് മരിച്ചത് ഹരിപ്പാട് ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നുള്ള അണുബാധ മൂലം. ഇതൊക്കെയല്ലേ പരിശോധിക്കപ്പെടേണ്ടത്? ഇതൊക്കെയല്ലേ തിരുത്തപ്പെടേണ്ടത്? അല്ലാതെ ആൾക്കാരുടെ അന്നം മുട്ടിക്കുകയാണോ ചെയ്യേണ്ടത്?
അതാണ് ഇപ്പൊ കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തോ വലിയ ഭരണപരിഷ്കാരം എന്നാണ് പറഞ്ഞത് ചെയ്യുന്നത്. ജനങ്ങൾ പ്രതിഷേധിക്കില്ലേ? അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന എത്രയധികം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇവർ ആര് കൊടുക്കാൻ? അതിനുള്ള ഇച്ഛാശക്തി യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്കുണ്ടോ? ഞാൻ ഇപ്പോഴും ചോദിക്കുക, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരുന്ന പോലെയുള്ള പൊതിച്ചോറിന് നിങ്ങൾ കൊടി കെട്ടിക്കോ, നിങ്ങൾ ധൈര്യമായി കൊടി കെട്ടിക്കോ. ആരും ചോദിക്കാൻ വരത്തില്ല. ഡിവൈഎഫ്ഐയും ചോദിക്കാൻ വരത്തില്ല, CPM ചോദിക്കാൻ വരത്തില്ല. നിങ്ങൾക്ക് ഒരു 10 ദിവസം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെ വെല്ലുവിളിക്കുക. ഒരു 10 ദിവസം നിങ്ങൾക്ക് ഓരോ ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും മെഡിക്കൽ കോളേജിലാണെങ്കിലും ഒരു 10 പേർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ല, അവരെ കൊണ്ട് പറ്റില്ല. ഉള്ള സമയം അവർക്ക് തമ്മിത്തല്ലണം. അതാണ് സംഭവിക്കുന്നത്. ഉള്ള സമയം അവർക്ക് തമ്മിത്തല്ലണം. മുതിർന്ന നേതാക്കന്മാരെ ചീത്ത വിളിക്കണം. അല്ലെ? ഇപ്പൊ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പൊ മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസ് KSU കാണാൻ സമയം കിട്ടുന്നില്ല. അയാണ്ട് ഇപ്പൊ സമയം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നറിയില്ല. ലോയേഴ്സ് കോൺഗ്രസ് ചില വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള സമയം ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് പോയി അവിടെ മെഴുകുതിരി കത്തിച്ചു. അപ്പൊ ഇവിടെ ഇവർക്ക് തമ്മിലടിക്കാൻ മാത്രമേ സമയമുള്ളൂ, അല്ലാതെ ജനകീയമായ പ്രശ്നങ്ങൾ കടന്നു കയറാനോ. ഇപ്പൊ തന്നെ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ സംഭവിച്ചത്? 35 കോടിക്ക് മേലെ ഇല്ല, കണക്കുകൾ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഏകദേശം അത്രയും പണം പിരിച്ചെടുത്തു. ഏറ്റവും കൂടുതൽ കണക്ക് വന്ന എത്രയാ? 5,38,00,000 രൂപയുടെ കണക്ക് മാത്രമാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPC അധ്യക്ഷൻ പുറത്തുവിട്ടത്. അവർക്ക് അതേ കഴിയൂ. ഇവർ ഈ ഇത്ര വലിയ ഗീർവാണം മുഴക്കി കെ മുരളീധരന്റെ അച്ഛൻ കെ കരുണാകരന് സ്മാരക മന്ദിരം നിർമ്മിക്കാൻ എത്ര കോടി പിരിച്ചിട്ടുണ്ട്? 4ാമത്തെ തവണ അതേ പിരിവെടുക്കാൻ പോവാ. ബാക്കി 3 തവണ എടുത്ത പിരിവ് എവിടെ? കെ മുരളീധരൻ അന്വേഷിച്ചിട്ടുണ്ടോ? കൊടികെട്ടി ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ കാര്യമല്ലേ അന്വേഷിക്കുന്നുള്ളൂ. സ്വന്തം പിതാവിന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് പിരിച്ച പണം എവിടെയും ചോദിക്കണം നട്ടലില്ലാത്ത ഒരാളല്ലേ ഈ കെ മുരളീധരൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി. ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് നന്ദാവനത്ത് സ്ഥലം അനുവദിച്ചിട്ടേക്കുക. അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ. എത്ര വർഷം കഴിയുമെന്ന് ആലോചിച്ച് നോക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നന്ദാവനത്ത് സ്ഥലം അനുവദിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട്. ഓർമ്മ കാണത്തില്ല. അപ്പൊ പണം വരുന്നു, പിരിക്കുന്നു, മുക്കുന്നു. ഇതാണ് ശരിക്കും ഈ കോൺഗ്രസ് ചെയ്യുന്നത്. ഈ കോൺഗ്രസ്സുകാര് ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരുത്തിനെ കയറ്റി വിടാൻ പറ്റും ഒരു വീട്ടിലോട്ട്? ആലോചിച്ച് നോക്കിയോ? ഏതെങ്കിലും ഒരുത്തിനെ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ പെട്ട് ഏതെങ്കിലും ഒരുത്തിന് ചേച്ചി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഥവിന്റെ പുറകെ ഇന്ന് ആ വീട്ടമ്മ സംസാരിക്കത്തുള്ളൂ. അത്രയ്ക്ക് വിശ്വാസമായി പോയി നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരോട്. സത്യം പറയാമല്ലോ, സത്യം. ഇതൊരു വിമർശന ബുദ്ധി അവർ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാ. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ മാറി. അവിടെയാണ് കെ മുരളീധരൻ അന്നം മുടക്കാൻ വേണ്ടി ഇമാതിരി പണിയും കൊണ്ടിറങ്ങുന്നത്. ചെറുക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ് ഈ കാര്യം. അവര് എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? അവര് വഴി മുടക്കാൻ പാടില്ല. ഇത്രയും കാലം അവര് വഴി മുടക്കിയിട്ടല്ലേ ചെയ്തത്. ഈ ഡിവൈഎഫ്ഐക്കാര് പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്ത് വഴി മുടക്കിയതിന്റെ പേരിൽ ഒരു ആംബുലൻസ് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു രോഗി മരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഒരു മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിട്ടില്ല, ഒരു താലൂക്ക് ആശുപത്രിയിലും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി പോലും ഉയർന്നു വന്നിട്ടില്ല. അതേസമയം ഈ പവർ കട്ട് കാരണം ഓക്സിജൻ കിട്ടാതെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്ന വാർത്ത വന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം കെ മുരളീധരൻ ഓർക്കണം, അല്ലേ? അപ്പം ഈ രീതിയിൽ പോലും കാര്യങ്ങൾ നടന്നു വരികയാണ്. അപ്പൊ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തങ്ങളുടെ ദൗർബല്യം കാരണം ആ ദൗർബല്യങ്ങളെ മറികടക്കാൻ മറ്റൊരാളുടെ മേൽ പഴി ചാരിയിട്ട് സത്യത്തിൽ ഒരു കാര്യമില്ലെന്നാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന വകുപ്പ് മന്ത്രിയോട് വിനീതമായി പറയാനുള്ളത്.